നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. RMP നേതാവ് TP ചന്ദ്രശേഖരനെ വധിച്ചവരുടെ ശിക്ഷ വർദ്ധിപ്പിച്ചു. ഗൂഢാലോചനയിൽ പങ്കെടുത്ത 2 CPM നേതാക്കന്മാർക്ക് കൂടി ഹൈക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഈ കുറ്റവാളികൾക്ക് 20 വർഷത്തേക്ക് പരോൾ അനുവദിക്കാനോ ഇവരുടെ ശിക്ഷാ ഇളവ് പരിഗണിക്കാനോ പാടില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങളെ സാധാരണമായി കാണാനാവില്ലെന്ന് നിരീക്ഷിച്ച കോടതി ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ നവീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് വധശിക്ഷ ഒഴിവാക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. ഇവർക്കോ മാനസാന്തരം? സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KM ഷാജഹാൻ, RMP നേതാവ് PJ മോൻസി, ഇടത് നിരീക്ഷകൻ ഡോക്ടർ B ജയരാജ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പം പ്രേക്ഷകരെയും ഞാൻ ഈ സംവാദം ഡോക്ടർ B ജയരാജിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഡോക്ടർ B ജയരാജ്, TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പാർട്ടിക്ക് പങ്കില്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞ് നടക്കുന്നത്. ഇന്നും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. പക്ഷേ CPM പ്രാദേശിക നേതാക്കന്മാരായ KK കൃഷ്ണനും ജ്യോതി ബാബുവിനും ഗൂഢാലോചനയ്ക്ക് ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നു. അവർക്ക് 2 പേർക്കും അനാരോഗ്യമാണ് എന്ന് കാണിച്ചിട്ടും ജീവപര്യന്തം വിധിക്കണമെങ്കിൽ ഈ കൊലപാതകം നടപ്പിലാക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് വളരെ സുവിദിതമായി കോടതിക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇങ്ങനെയൊരു ശിക്ഷ വിധിച്ചത്. ഇനി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പാർട്ടി നടപ്പാക്കിയതല്ല ഈ കൊലപാതകം എന്ന് പറയാൻ പാർട്ടിക്ക് സാധിക്കുമോ? ഈ വിഷയത്തിന് നമ്മൾ സമീപിക്കേണ്ടുന്നത് 2-3 രീതിയിലാണ്. ഒന്ന്, ഇത് ഇത്ര അതിക്രൂരമായ ഒരു കൊലപാതകമാണ്. അതിന് ഒരു തരത്തിലും ആര് ചെയ്താലും അതിന് യാതൊരു കാരണവശാലും അതിന് ന്യായീകരണമില്ല. നിഷ്ഠൂരവും അതിക്രൂരവുമായ കൊലപാതകം തന്നെയാണത്. അത് മനുഷ്യജീവന് എന്നും വിലകൽപ്പിക്കുന്ന ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെന്ന രീതിയിൽ തന്നെ മനുഷ്യത്വത്തെ തന്നെ നിന്ദിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമാണ് ഈ TP ചന്ദ്രശേഖരൻ്റെ വധക്കേസ്. അത് ഓരോ കൊലപാതകങ്ങളും അങ്ങനെ തന്നെയാണ്. അതിന് പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിനെ എങ്ങനെയാണ് ഇതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ആയുധമാക്കുകയും എങ്ങനെയാണ് മീഡിയയിൽ ഉണ്ടാകുന്ന വിധികളെ സ്വാധീനിക്കുകയും ചെയ്യുന്നതൊക്കെ ഒരുപാട് കേസുകളിലൂടെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് കേരളം 2012 തൊട്ട് നിരന്തരം ചർച്ച ചെയ്യുന്ന പൊതുജന സമൂഹത്തിലിട്ട്, കാരണം ഇനി ഒരു കൊലപാതകം ഇമാതിരി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇതിനെ ഒരു ചൂണ്ടുപലകയായിട്ട് എടുത്തുകൊണ്ട് വേണം നമ്മൾ ഇതിനെ സമീപിക്കേണ്ടുന്നത്. പക്ഷേ അത്യന്തം വികാരവിക്ഷോഭത്തോടു കൂടി അല്ലെങ്കിൽ ഇമോഷണലി ക്യാരിഡ് അവേ ആയിട്ട് മീഡിയയ്ക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. തീർച്ചയായിട്ടും വിധി എഴുതുന്നതിനകത്തൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ കേസിൻ്റെ നാൾവഴികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2012 കാലഘട്ടത്തിൽ UDF ആടി ഒലിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത്. അത്യന്തം നീചകമായ കൊലപാതകം തന്നെയാണിത്. കാനൻ റൂൾ ഒന്നുമല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഐ ഫോർ ആൻ ഐ, ടൂത്ത് ഫോർ എ ടൂത്ത് എന്ന് പറയുന്ന കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോയുടെ രീതിയിലുള്ള കൊലപാതക രീതികളൊന്നും ഈ പരിഷ്കൃത സമൂഹത്തിൽ, അതുപോലെ തന്നെ വധശിക്ഷയ്ക്കൊക്കെ നമ്മൾ എതിരാണ്. ആ ഒരു അർത്ഥത്തിൽ പൂർണ്ണമായൊരു വിധി തന്നെയാണിത്. പക്ഷേ ഇതിനകത്ത് ഒരു ഇമോഷണലി ക്യാരിയഡ് ആയിട്ട് മീഡിയ ഇൻഫ്ലുവൻസ് ഇല്ലേ എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് എനിക്ക് കൗതുകത്തോടു കൂടി ശിക്ഷയെ സ്വാദവർഹം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ഞാൻ ചോദിച്ചത്, പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞിടത്ത് ഇപ്പോഴും നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പാർട്ടിക്ക് പങ്കില്ല എന്ന് ഇപ്പോഴും പറയുന്നു. പാർട്ടിക്ക് പങ്കില്ലേ? ഒരു പാർട്ടിക്കാരൻ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് മെമ്പർ അല്ലെങ്കിൽ ഒരു പാർട്ടി അനുഭാവി പങ്കെടുത്തൊരു കൊലപാതകം, പിന്നെ തീർച്ചയായിട്ടും പാർട്ടി അനുഭാവിയോ അല്ലെങ്കിൽ ഒരു പാർട്ടി മെമ്പറോ അല്ലെങ്കിൽ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമോ ഒരു ലോക്കൽ കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ അതിനുപരിയായിട്ടുള്ള ഒരു സഖാവോ കൂടി ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പങ്കില്ല എന്ന് കൈ കഴുകാനൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. അങ്ങനെ കഴിയേണ്ടുന്ന കാര്യവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ചേർക്കപ്പെട്ട, അതായത് ഇത് സെൻട്രലൈസ്ഡ് ലീഡർഷിപ്പിൽ ആലോചിച്ച് ചെയ്ത ഒരു സാധനമാണ് ഇതെന്നുള്ള ഞാൻ കരുതുന്നില്ല. ഇത് വളരെ ലോക്കലായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. ആ ലോക്കൽ ഇഷ്യൂവിലുണ്ടായിരുന്ന ഒരു ഈ പറഞ്ഞ കണക്കുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോ മറ്റു കാര്യങ്ങളോ ഇതിനകത്ത് നടന്നുണ്ടാകുന്നു. ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്ന വിഷയങ്ങളാണ്. ഇനി ഉപരിക്കോടതികളുണ്ട്. ഇവർക്ക് അതിന് അപ്പീലിന് പോകാമാണ്. അതുപോലെ തന്നെ KK രമയ്ക്ക് അപ്പീലിന് പോകാം.
കെ രമയ്ക്ക് അപ്പീലിന് പോകാവുന്നതാണ്. ഈ വധശിക്ഷ കൊടുക്കണമെന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും മാസ്റ്റർ ബ്രെയിൻ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാവുന്ന, അതൊക്കെ തുറന്നു കിടക്കുന്ന വിഷയങ്ങളാണ്. ഇതിനകത്ത് പാർട്ടിക്കാർ കൈ കഴുകുന്നു എന്നുള്ളതല്ല. എത്ര കൃത്യമായിട്ടാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ 1-2 എന്നല്ലല്ലോ കേരളം കണ്ടിട്ടുള്ളത്. ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ഇതിന് ശേഷം എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ടു. ടി.പി. ചന്ദ്രശേഖരനിൽ വെച്ച് നിർത്തുന്നതിനാണ്. ഈ അടുത്ത സമയത്ത് ഒരു വിധി ഉണ്ടായി, എല്ലാവർക്കും വധശിക്ഷ വിധിച്ച ഒരു വിധി. ആ വിധിയൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഈ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്നുള്ള രീതിയിലല്ല അതിനെ സമീപിക്കേണ്ടത്. അതുപോലെ തന്നെ ചില ഈ മോഹന മാസ്റ്ററിനെ ഇതിനകത്ത് അക്യൂസ് ചെയ്യുന്ന ഒരു വിഷയം, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മോഹന മാസ്റ്ററെ അക്യൂസ് ചെയ്യേണ്ടുന്ന, അത് കോടതി പോലും അത് തെളിവില്ല എന്നുള്ള കാരണത്തിൽ അത് വെറുതെ വിട്ടു. ഒരു പൂക്കടയിൽ വെച്ചിട്ടാണ് ഈ ഗൂഢാലോചന നടന്നത്. പൂക്കട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് നിന്നുകൊണ്ട് വളരെ രഹസ്യമായിട്ടൊരു ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഇത് 2 ജില്ലയിലെ പാർട്ടി നേതൃത്വങ്ങൾ അറിഞ്ഞ് ചെയ്തതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉപരി കമ്മിറ്റി അറിഞ്ഞ് ചെയ്തതാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി പ്ലാൻ ചെയ്ത മർഡറാണ് എന്നൊക്കെയുള്ള കെട്ടുകഥകൾ ഇവിടെ പൊളിഞ്ഞു വീഴുകയും കൂടെ ചെയ്യുകയാണ് ഈ ഒരു വിധിന്യായത്തിനകത്തൂടെ. ഇതിനകത്തുള്ള കൊടും ക്രിമിനലുകൾ തന്നെയാണ്. ആദ്യത്തെ 6-7 പ്രതികൾ കൊടും ക്രിമിനലുകൾ തന്നെയാണ്. അവർക്ക് അങ്ങേയറ്റത്തെ ശിക്ഷ കൊടുക്കണം. അത് വധശിക്ഷയല്ല. വധശിക്ഷയിലൂടെ എനിക്ക് വ്യക്തിപരമായ രീതിയിൽ, മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് താല്പര്യമില്ല. പക്ഷേ അതിന് കൊടുക്കാവുന്ന ശിക്ഷ പരമാവധിയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തെ മാധ്യമവും നിരന്തരമായ അവരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുന്നത് ഇപ്പോഴും പാർട്ടിയാണ്. മാത്രമല്ല, അങ്ങനെ ഒരു റിപ്പോർട്ട് ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വരികയും ചെയ്തു. കോടതി ആ റിപ്പോർട്ട് വായിക്കുകയും ചെയ്തു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ മുഹമ്മദ് ഷാഫിക്ക് അയാളുടെ കുടുംബത്തിന് 5000 രൂപ വെച്ച് മാസം കൊടുക്കുന്നത് പാർട്ടിയാണ് എന്ന്. അപ്പോൾ ഈ കൊടും കുറ്റവാളി ഒരു വെറും കൊലയാളി മാത്രമല്ല, പാർട്ടിയുമായി ബന്ധമുണ്ട്. മുഹമ്മദ് ഷാഫിയുടെ കല്യാണത്തിന് ആരാ പങ്കെടുത്തത്? നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ, പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി. അപ്പോൾ ഇവർ കല്യാണത്തിന് പോകണമെങ്കിൽ ഒരു കൊലയാളിയുടെ കല്യാണത്തിന് അവർ പോവില്ലല്ലോ. പാർട്ടിയുമായി അഭേദ്യമായ ബന്ധമുള്ളത് കൊണ്ടും പാർട്ടി പറയുന്നവരെ കൊല്ലുന്നത് കൊണ്ടുമാണല്ലോ അങ്ങനെ പോകുന്നത്, അല്ലേ? നിങ്ങൾ പോവുമോ ഇങ്ങനെ ഒരു കൊലയാളിയുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന്? ഞാനോ നിങ്ങളോ പോവോ? ഈ കൊലപാതകം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആക്ഷനാണ്. കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കോടതി അവർക്ക് തിരുത്താനുള്ള അവസരം കൊടുത്തിരിക്കുന്നത്. 20 വർഷത്തേക്ക് അവർക്ക് പരോൾ പോലും അനുവദിക്കാതെ വധശിക്ഷ വിധിക്കാതിരിക്കുന്നതിന്റെ കാരണം തന്നെ അവർക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അവരൊരു ആക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ സമൂഹത്തിൽ നിന്ന് സോഷ്യൽ ഓസ്ട്രൈസിസം ഒന്നും നമ്മുടെ നാട്ടിൽ പറ്റില്ലല്ലോ. ഇനി എത്ര കൊടും കുറ്റവാളിയാണെങ്കിലും അങ്ങനെ സോഷ്യലി ഓസ്ട്രൈസൈസ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഒന്നും അല്ല. ഡോക്ടർ ജയരാജ്, താങ്കളുടെ നിലപാട് വളരെ വ്യക്തമാണ്. അഡ്വക്കേറ്റ് KM ഷാജഹാൻ, എൻ്റെ ആദ്യത്തെ ചോദ്യം, CPM-ന് ഇതിൽ ബന്ധമില്ല എന്ന് ഇപ്പോഴും പറയാനാവുമോ? അവരുടെ 2 പ്രാദേശിക നേതാക്കളെ കൂടി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. ഗൂഢാലോചനയിൽ പങ്കെടുത്തതിനാണ് ജീവപര്യന്തം. മാത്രമല്ല, പാർട്ടിയുമായിട്ട് ബന്ധമുള്ള, പാർട്ടി പറയുന്നത് ചെയ്തു കൊടുത്ത ഈ കൊടും കുറ്റവാളികളുടെ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അടുത്ത 20 വർഷത്തേക്ക്, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 12 വർഷം ഇവർ ശിക്ഷ പൂർത്തിയാക്കി എന്നുള്ളതാണ്. 2012 ഇത് നടക്കുന്നത്. അപ്പോൾ റിമാൻഡിൽ 14 ജയിലിലായി. അല്ലല്ല 2012 14 ശിക്ഷ. പക്ഷേ ആ 2 വർഷം ഇവർ റിമാൻഡിലായിരുന്നു. അതുകൂടെ പരിഗണിക്കുമ്പോൾ എന്തായാലും 12 വർഷം ജയിലിലാണ്. അടുത്ത 8 വർഷത്തേക്ക് ഇവർക്ക് യാതൊരു കാരണവശാലും പരോൾ അനുവദിക്കരുത്. പക്ഷേ ഈ ഇത്രയും വർഷം കൊടിസുനി ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാ ആനുകൂല്യങ്ങളും പരോൾ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുണ്ട്. കൊറോണ കാലത്ത് 250 ദിവസമായിരുന്നു ഇവർ പുറത്ത്. അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി, ഈ സർക്കാർ പറഞ്ഞു തിരിച്ചു കയറണമെന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയ ടീമാണ് ഇത്. അപ്പോൾ അവർ ഈ 12 വർഷം പൂർണ്ണമായും ജയിലിലായിരുന്നില്ല. അകത്ത് നിന്നുകൊണ്ട് പല ഓപ്പറേഷനുകൾക്കും ചുക്കാൻ പിടിച്ചു. മാത്രമല്ല, പുറത്ത് ലഹരി പാർട്ടികളിൽ പങ്കെടുത്തു. നമ്മുടെ കിർമാണി മനോജിൻ്റെ പേരിൽ കേസുണ്ട്. അതുപോലെ ഷാഫി ചില ഓപ്പറേഷനുകളൊക്കെ നടത്തി, അതിൻ്റെ പേരിൽ കേസുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത്, ഇനി ഇവർക്ക് പരോളിൽ ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ ഇടതു മുന്നണി സർക്കാർ അവർ ഈ കോടതി പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇതിൽ ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്, ഇതിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്നൊക്കെ പറയാനായിട്ട് കോളേജിലെ പ്രൊഫസർമാർ, ഇപ്പോൾ റിട്ടയർ ചെയ്ത പ്രൊഫസറായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, അദ്ദേഹം ഇപ്പോൾ MG കോളേജിലുള്ള അധ്യാപകനാണ്. അതെ, അപ്പോൾ അദ്ദേഹം ഇപ്പോഴും അധ്യാപകനാണ്. അദ്ദേഹം ഇങ്ങനെ വന്നിരുന്നു കൊണ്ട്
ഇങ്ങനെ ന്യായീകരിക്കുകയാണ്. ഇതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഗതികേട്. ഞാൻ ഒരു 5-6 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് ഈ കൊലപാതകം നടന്ന സമയം മുതൽ എന്തൊക്കെ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാനും അട്ടിമറിക്കാനും നോക്കി. ഈ കൊലപാതകം നടന്നപ്പോൾ ആദ്യം പറഞ്ഞത് എന്താ? മാഷ അള്ളായുടെ സ്റ്റിക്കർ പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം PC ജോർജ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ബോംബെയിൽ നിന്ന് ഏതോ ഒരു വ്യവസായിക്ക് TP ചന്ദ്രശേഖരനുമായിട്ടുള്ള എന്തോ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു. അതിനുശേഷം അന്വേഷണ സംഘം വന്നു. ആ അന്വേഷണ സംഘം വന്നപ്പോഴത്തേക്ക് ഈ പ്രൊഫസറുടെ പാർട്ടി ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടി അവരുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ചോർത്തി പത്രത്തിൽ കൊടുത്തു. അവസാനം അവർ പ്രതികളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 20-25 പേരെ കൂറുമാറ്റിച്ചിട്ട് കേസിൽ വിചാരണ തുടങ്ങിയപ്പോൾ 1 മുതൽ 7 വരെയുള്ള പ്രതികൾ, അവർക്ക് പിന്നെ TP ചന്ദ്രശേഖരനുമായിട്ട് ബന്ധമൊന്നുമില്ല, വാടക കൊലയാളികളായിരുന്നു എന്നെങ്കിലും പ്രൊഫസർ പറഞ്ഞു. ആ 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്ക് വേണ്ടി വാദിച്ചത് ആരാണെന്ന് ഈ ഇടതുപക്ഷ പ്രൊഫസർക്ക് അറിയാവോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അയാളുടെ പേര് B. രാമൻ പിള്ള എന്നാണ്. B. രാമൻ പിള്ള എന്ന് പറയുന്നയാൾ കേരളത്തിലെ നമ്പർ 1 ക്രിമിനൽ വക്കീലാണ്. അപ്പോൾ എനിക്ക് ഇടതുപക്ഷ പ്രൊഫസറോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, ചന്ദ്രശേഖരനുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന, ചന്ദ്രശേഖരനെ മുഖത്ത് 51 വെട്ടി അയാളെ അതിഭീകരമായി കൊലപ്പെടുത്തിയ 1 മുതൽ 7 വരെയുള്ള വാടക കൊലയാളികൾക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്ത ആരാ പ്രൊഫസറെ? ആരാണ് ഈ B. രാമൻപിള്ളയ്ക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഫീസ് കൊടുത്തത്? ആരാ? ഒന്ന് പറഞ്ഞു തന്നേ. അത് മാത്രമല്ല, പാർട്ടി വക്കീൽ വിഷ്ണുണ്ട്. അതെ, ഉള്ളതെല്ലാം, ബാക്കിയുള്ളതെല്ലാം മറ്റേ മലപ്പുറത്തുള്ള ഒരു ശ്രീധരൻ നായർ, എല്ലാം പാർട്ടി വക്കീലന്മാരായിരുന്നു. എല്ലാം പാർട്ടി വക്കീലന്മാർ. അതിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്ക് വേണ്ടിയിട്ട് പാർട്ടി വക്കീലന്മാർ വന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 1 മുതൽ 7 വരെയുള്ള ഈ കൊടും ക്രിമിനലുകൾക്ക്, ഈ കൊടിസുനി, കിർമാണി മനോജ് പോലെയുള്ള ക്രിമിനലുകൾക്ക് വേണ്ടി വാദിക്കാൻ B. രാമൻപിള്ള എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ വക്കീലിന് പൈസ കൊടുത്തത് AKG സെൻറ്ററിലെ ഖജനാവിന് വേണ്ടിയല്ലേ ഇടതുപക്ഷ പ്രൊഫസറെ? അല്ലേ? 1. 2, ഇപ്പോഴും അവർക്ക് വേണ്ടി അവരുടെ അപ്പീലിലും വാദിച്ചതാരാ? അവരുടെ അപ്പീലിലും വാദിച്ചത് B. രാമൻപിള്ളയാണ്. അതുകൊണ്ട് B. രാമൻപിള്ള എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ വക്കീലിനെ ഉപയോഗിച്ചുകൊണ്ട് CPMൻ്റെ ഖജനാവിൽ നിന്ന് പൈസയും കൊടുത്തുകൊണ്ട് TP ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ കൊലയാളികൾക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ടെങ്കിൽ അത് CPMൻ്റെ അറിവോടുകൂടിയല്ലാതെ പിന്നെ കോൺഗ്രസിൻ്റെ അറിവോടുകൂടിയാണോ? പിന്നെ BJPയുടെ അറിവോടുകൂടിയാണോ നമ്മൾ പറയണോ? ഇത് എന്തൊരു വാദമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോടതി, അപ്പീൽ കോടതി, അതായത് ഡിവിഷൻ ബെഞ്ച്, ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാരും ഡോക്ടർ കൗസർ ഇടപ്പകത്തും ചേർന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ 155 പേജുള്ളൊരു വിധി ഫെബ്രുവരി 19-ാം തീയതി വന്നിരുന്നു. അത് ഈ ഇടതുപക്ഷ പ്രൊഫസർ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വായിച്ചില്ലെങ്കിൽ അത്യാവശ്യം ഈ ചർച്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. അതിൽ 94 മുതൽ 97 വരെയുള്ള പേജുകളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചനയെക്കുറിച്ചുള്ളൊരു 10-15 പോയിന്റുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വിധിന്യായം തുടങ്ങുന്നത് തന്നെ വിശ്വവിഖ്യാതനായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധൻ അമർത്യ സെൻ രാഷ്ട്രീയ അതിക്രമങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ടാണ്. പൊളിറ്റിക്കൽ വയലൻസിനെ കുറിച്ചിട്ട് അമർത്യ സെൻ പറഞ്ഞ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റ് തുടങ്ങുന്നത്. അതിലൊരു 14 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആ 14 പോയിന്റ് എടുത്ത് വായിക്കുമ്പം മനസ്സിലാകും ഇത് CPM ഇതിനകത്ത് നടത്തിയിട്ടുള്ള ഗൂഢാലോചന. അതിൽ ഒന്നാമത്തെ പോയിന്റ്, 3-4 പോയിന്റ് എൻ്റെ ഓർമ്മയിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് CPMൽ നിന്ന് പിളർന്നാണ് RMP ഉണ്ടായത്. അതുകൊണ്ട് CPMൻ്റെയും RMPയുടെയും പ്രവർത്തകർ തമ്മിൽ ശത്രുതയിലായിരുന്നു. ആണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, വടകര എന്ന് പറയുന്നത് നിരന്തരം CPM ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു. അവിടെ RMP നേതാവ് TP ചന്ദ്രശേഖരൻ മത്സരിച്ചു. അവർ TP ചന്ദ്രശേഖരൻ പിടിച്ച വോട്ട് കൊണ്ട് ദീർഘകാലം അവിടെ ജയിച്ചിരുന്ന CPM തോൽക്കുകയും കോൺഗ്രസ് ജയിക്കുകയും ചെയ്തപ്പോൾ ആ ചന്ദ്രശേഖരനോട് CPMനുള്ള ശത്രുത വർദ്ധിച്ചു.
അതായത് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിന്യായമാണ് ഞാൻ ഈ വായിക്കുന്നത്. മൂന്നാമതൊരു പോയിന്റ് ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, CPM ഇയാളെ തീർക്കുമെന്ന് ബോധ്യമായ ഇൻ്റലിജൻസിന് ബോധ്യമായതിനെ തുടർന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ പോലീസ് ചന്ദ്രശേഖരന് പ്രൊട്ടക്ഷൻ വേണ്ടതാണ് എന്നവർ പറഞ്ഞിരുന്നു. മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമയോട് ചന്ദ്രശേഖരൻ പറഞ്ഞു, എന്നെ CPM ആണ്, ഞാൻ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൽ CPMൻ്റെ ഉത്തരവാദി PK കുഞ്ഞനന്ദനും KC രാമചന്ദ്രനും ജിയോജിത് ബാബുവും പിന്നെ വേറൊരു KK കൃഷ്ണനും, 4 പേര് ആയിരിക്കും എന്ന് പറഞ്ഞു. അത് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റായിട്ട് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞെന്താണെന്നറിയോ? KK കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പർ പച്ചയായ പ്രസംഗത്തിൽ പറഞ്ഞു. എന്ത് പറഞ്ഞു? പൂക്കുറ്റി പോലെ ചെതറിപ്പോവും, തെങ്ങിൻ പൂക്കുല പോലെ. തെങ്ങിൻ പൂക്കുല പോലെ. ഇതൊക്കെ പ്രൊഫസർ നല്ലപോലെ കേട്ടോണോ? ഇതൊക്കെ തെങ്ങിൻ പൂക്കുല പോലെ ചന്ദ്രശേഖരൻ്റെ തല ചിതറിപ്പോകും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, CPMനെ എതിർത്താൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് താഴോട്ടിറങ്ങി വന്നിട്ട് KK കൃഷ്ണനും KC രാമചന്ദ്രനുമായി സംസാരിച്ചു. ഇതൊക്കെയാണ് ആദ്യത്തെ 5-6 പോയിന്റുകൾ. അതിനുശേഷമുള്ള പോയിന്റുകളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് KK കൃഷ്ണനും KC രാമചന്ദ്രനും ജിയോജിത് ബാബുവും PK കുഞ്ഞനന്ദനും നിരന്തരം ഈ വാടക കൊലയാളികളുമായി സംസാരിക്കുന്നതിൻ്റെ ഫോൺ സംഭാഷണങ്ങളുടെ എണ്ണം ഉൾപ്പെടെ 14 പോയിന്റുകൾ കോൺസ്പിറസിയുടെ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ കോൺസ്പിറസിയുടെ കാര്യത്തിൽ കൊടുത്തിട്ട് അവർ പറയുന്നു, ഇത് CPM നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയുന്നു. അതൊക്കെ ഒന്നുകൂടെ പോയി വായിച്ചു നോക്കണം. ഇനി ഇന്ന് സെൻറ്റൻസിങ്ങും കൂടെ ചേർത്ത് വിധി എന്നുവെച്ചാൽ എന്ത് ശിക്ഷയാണ് അവർക്ക് കൊടുക്കണം എന്നും കൂടെ ചേർത്തുകൊണ്ട് ഇന്ന് 166 പേജിൻ്റെ വിധിന്യായം വന്നിരിക്കുന്നു. 155 കഴിഞ്ഞ് ബാക്കിയുള്ളത് സെൻറ്റൻസിങ് ആണ്. ആ സെൻറ്റൻസിങ്ങിൽ എന്താ ചെയ്തെന്നറിയാമോ പ്രൊഫസറെ? ഈ CPMൻ്റെ ഗൂഢാലോചന നടത്തിയവന്മാർക്കല്ല, അതായത് കൊടും ക്രിമിനലുകൾക്ക് മാത്രമല്ല, കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയി, ബാക്കിയുള്ളവന്മാർക്കെല്ലാം 1 ജീവപര്യന്തായിരുന്നു 2 ജീവപര്യന്താക്കി. ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പർ KK കൃഷ്ണനും കണ്ണൂരത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ജിയോജിത് ബാബുവിനും ജീവപര്യന്തം കൊടുത്തു. അതിൽ KK കൃഷ്ണൻ 73 വയസ്സായിരുന്നു. 73 വയസ്സ്. അയാൾ ഭാര്യയ്ക്ക് തൂവില്ല, മകൾക്ക് തൂവില്ല, മകന് തൂവില്ല എന്നൊക്കെ വാദിച്ചു. ബൈപ്പാസ് കഴിഞ്ഞ ആളാണ്. ചാവറ്റോട്ടെ പോയി കളഞ്ഞു, ചാവറ്റോട്ടയിൽ എറിഞ്ഞു കളഞ്ഞു. രമയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു രാവിലെ, പ്രൊഫസർ വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. രമ പറഞ്ഞു, ഈ പ്രതികൾ വന്നിട്ട് ബന്ധുത്വത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഭാര്യയ്ക്കും മക്കൾക്കും സൂയില്ല എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്. പക്ഷേ TP ചന്ദ്രശേഖരനൊരു അമ്മയുണ്ടായിരുന്നു, 80കാരി. അവർ 4 വർഷം മുമ്പ് മകൻ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടതിൽ ഹൃദയം പൊട്ടി മരിക്കുകയായിരുന്നു ചന്ദ്രശേഖരൻ്റെ അമ്മ. അപ്പം ചന്ദ്രശേഖരനും അമ്മയുണ്ടെന്നുള്ള കാര്യം മറക്കരുതെന്ന് KK രമ പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കണം. ഒറ്റ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതാണ് ഈ വിധി. CPMൻ്റെ ഗൂഢാലോചനയിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകത്തെക്കുറിച്ചിട്ട് ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ഈ കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇവന്മാർക്കൊക്കെ 1ഉം 2ഉം ഇരട്ട ജീവപര്യന്തം കൊടുത്തത്. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. കൊടിസുനി എന്ന് പറഞ്ഞാൽ ആ കൊടും ക്രിമിനൽ പ്രൊഫസർ മനസ്സിലാക്കണം. കൊടിസുനി എന്ന് പറഞ്ഞാൽ ക്രിമിനലിന് 30 അവന്മാർക്ക് എല്ലാം കൂടെ ചേർന്ന് 30 മാസമാണ് പരോള് കൊടുത്തത്. ഈ പിണറായി സർക്കാർ ജയിലിനകത്തിരുന്ന് കൊട്ടേഷൻ ചെയ്യാൻ ഉൾപ്പെടെ അവനെ അനുവദിച്ചു. ആ കൊടിസുനി മുതലുള്ള ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഒരൊറ്റ പ്രതികൾക്കും ഇനി പരോളില്ല. അവർ കുത്തിയിരുന്ന് അവരുടെ കാലാവധി മിക്കവാറും ആ ജയിലിനുള്ളിൽ തീരും. അതുകൊണ്ട് CPM നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകം, അതിൻ്റെ ഗൂഢാലോചന, അതൊക്കെ കോടതിക്ക് വ്യക്തമായി മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി രാഷ്ട്രീയ കൊലപാതകം നടത്താൻ ഇനി വാളെടുക്കുമ്പോൾ CPMൻ്റെ നേതാക്കന്മാരുടെ കൈ ഒന്ന് വിറയ്ക്കും എന്നാണ് ഈ വിധിയെക്കുറിച്ചിട്ട് പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത്. CPMൻ്റെ പങ്ക് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. RMP നേതാവ് ശ്രീ മോൻസി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ മോൻസി, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകം, കോടതിക്കും അത് ബോധ്യപ്പെട്ടതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലെ വാദങ്ങളിൽ ചന്ദ്രശേഖരനെ വധിച്ചവർക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യത തെളിഞ്ഞിരുന്നു. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ കോടതി പരിഗണിച്ചില്ല. എന്നിരുന്നാലും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളൊഴിച്ച് എല്ലാവരുടെയും ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി വർദ്ധിപ്പിച്ചതിൽ ആശ്വസിക്കാം. ഗൂഢാലോചനയിൽ പങ്കെടുത്ത CPM പ്രാദേശിക നേതാക്കളായ കൃഷ്ണനും ജ്യോതിബാബുവിനും അവരുടെ അനാരോഗ്യം തെല്ലും പരിഗണിക്കാതെ ജീവപര്യന്ത ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ട്.
കുറ്റവാളികൾ കഴിഞ്ഞ 11 വർഷക്കാലം അനുഭവിച്ച പരോൾ ആനുകൂല്യങ്ങളെല്ലാം കോടതി റദ്ദാക്കിയിട്ടുണ്ട്. തടവ് അനുഭവിക്കവേ മരണപ്പെട്ട പി കെ കുഞ്ഞനന്ദൻ്റെ പിഴത്തുക കുടുംബം കൊടുക്കണമെന്നുകൂടി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ഇന്നത്തെ കോടതി വിധിയിൽ പാർട്ടിക്ക് പൂർണ്ണമായും തൃപ്തിയുണ്ടോ? ഹലോ യെസ്, ഹലോ പറയാം. അതായത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിയെ സ്വാഗതം ചെയ്യാണ്. അതിനകത്ത് യഥാർത്ഥത്തിൽ ആ ആക്ഷനിൽ പങ്കെടുത്ത പ്രതികളും ഗൂഢാലോചനയിലെ ചെറിയ മീനുകളും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. അവർക്ക് കോടതി കൊടുത്ത ശിക്ഷ ഇപ്പൊ വധശിക്ഷ കിട്ടോ ഇല്ല എന്നതിനേക്കാൾ ഇരട്ട ജീവപര്യന്തം കൊടുക്കുക എന്ന് പറയുന്നത് കീഴ്ക്കോടതി വിധിച്ചതിനെ മറികടന്ന് അത് പോരാ, അതിനേക്കാൾ വലിയ ശിക്ഷ ഇവർക്ക് കൊടുക്കണമെന്ന് ഹൈക്കോടതിക്ക് കൃത്യമായി ബോധ്യം വന്നിരിക്കുന്നു. ഇത് നേരത്തെ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ നിയമവ്യവസ്ഥയെ ജനങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നു എന്ന ബോധ്യം വരികയാണ്. മാത്രമല്ല വളരെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നത് അത് ആര് നടത്തിയാൽ അത് ഭാവിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും ശിക്ഷ കിട്ടുമെന്നും ഒരു ബോധ്യം ഉണ്ടായാൽ അത് തീർച്ചയായും നാളെയിലെ കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങളെ, ആസൂത്രിതമായി നടക്കുന്ന എതിരഭിപ്രായങ്ങളെ അരിഞ്ഞു തള്ളുന്ന നിലപാടുകൾക്ക് എതിരെയുള്ള ഒരു ചൂണ്ടുപലകയാണ്. അതുകൊണ്ടാണ് അതിനെ സ്വാഗതം ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് വലിയ മീനുകൾ ഇനിയും പിടിക്കപ്പെടാൻ കിടക്കുന്നു. അതിനകത്ത് ഹൈക്കോടതി തന്നെ പറഞ്ഞു വെച്ച്, അല്ലെങ്കിൽ ഹൈക്കോടതിക്കകത്ത് തെളിവ് നിരത്തുന്ന കാര്യത്തിലൊക്കെ പരിമിതി ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അത് സുപ്രീം കോടതിയിൽ പോയാൽ വീണ്ടും ചില തെളിവുകൾ കൂടി ശേഖരിക്കാനും അത് ബോധ്യപ്പെടുത്താനും കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, പഴയ പ്രോസിക്യൂട്ടറെ പോലും അവർ വിലക്കെടുത്തല്ലോ. എന്തോ? പഴയ പ്രോസിക്യൂട്ടറെ പോലും അവർ പാർട്ടിയിൽ ചേർത്തല്ലോ, ഓർമ്മയില്ലേ അഡ്വക്കേറ്റ് ശ്രീധരൻ? ആരെയൊക്കെ ചേർത്താലും അരുതായ്മ ഒന്ന് നടന്നാൽ അത് മറനീക്കി എന്നെങ്കിലും പുറത്തു വരും. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഞങ്ങൾ TP ചന്ദ്രശേഖരനെ കൊല ചെയ്തത് CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഗൂഢാലോചന നടത്തിയിട്ടാണ്. അതിലൊരു തർക്കമില്ല. അതിനകത്ത് ഞങ്ങളുടെ കൈവശം തെളിവില്ലെങ്കിലും ഞങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന ഒരുപാട് സംഗതികളുണ്ട്. കുറേയേറെ കാര്യങ്ങൾ നേരത്തെ ഷാജഹാൻ സൂചിപ്പിച്ചു. ഒരൊറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. മാഷ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ച കൊലപാതകങ്ങൾ ഉപയോഗിച്ച വാഹനം, അത് മുസ്ലിം തീവ്രവാദികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് എങ്ങനെയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന് പറയാൻ കഴിയുക? അപ്പൊ ഈ മാഷ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് പിണറായി വിജയൻ അറിയാം. അത് നൽകുന്ന സൂചന ഈ ചന്ദ്രശേഖരന്റെ കൊലപാതകം നടന്നിരിക്കുന്നത് പിണറായി വിജയന്റെ അറിവോടെയാണ്. മാത്രമല്ല 10-30 കൊല്ലകാലം CPM-ൽ പ്രവർത്തിച്ച ആളാണ് ഞാൻ. CPM-ന്റെ സംഘടനാ രീതികളും എങ്ങനെയാണ് ഒരു ആക്ഷൻ നടക്കുക എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് എനിക്കറിയാം. 2 ജില്ലാ കമ്മിറ്റിയിലെ പ്രവർത്തകർ ഇടപെട്ടിട്ടുള്ള ഒരു കൊലപാതകമാണെങ്കിൽ അത് ഈ 2 ജില്ലാ കമ്മിറ്റികൾക്ക് മുകളിലുള്ള ഒരു കമ്മിറ്റിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കും. അതാണ് ഞങ്ങൾ പിണറായി വിജയനെയും മറ്റു പലരെയും സംശയിക്കുന്നത്. അത് വസ്തുതയുമാണ്. ഇവിടെ ചന്ദ്രശേഖരനോട് ഒരു വ്യക്തിവിരോധവും ഇല്ലാത്ത, ചന്ദ്രശേഖരൻ നേരിട്ടറിയാത്ത 6-7 പേർ വന്നിട്ടാണ് ഈ ആക്ഷൻ നടത്തുന്നത്. പലപ്പോഴായി ഈ ആക്ഷൻ പരാജയപ്പെട്ടിട്ടുണ്ട്, പലപ്പോഴായി ശ്രമം പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞനന്ദന്റെ പങ്കും അവിടെയാണ് വരുന്നത്. കുഞ്ഞനന്ദൻ ഒരു കാര്യം ഏറ്റാൽ അത് നടക്കും. ആര് പറഞ്ഞാലേ കുഞ്ഞനന്ദൻ കേൾക്കുക? ഒരു സംശയവും ഞങ്ങൾക്കില്ല. അത് പിണറായി വിജയൻ പറഞ്ഞാലേ കേൾക്കൂ. അവിടെയാണ് എന്തൊക്കെ തിരിമറികൾ നടന്നാലും ഇത് ഇന്നല്ലെങ്കിൽ നാളെ വെളിച്ചത്ത് വരും. ഒരു സംശയവും വേണ്ട. രാഷ്ട്രീയ പക കൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തിയതിന്റെ ഭാഗമായി ഒരാളെ പതിയിരുന്ന് ആസൂത്രണം ചെയ്ത് കൊല ചെയ്താൽ, ഇന്നലകളിലെ കേരളം പല ആസൂത്രിത കൊലപാതകങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് കൊടുക്കുന്ന കുറ്റവാളികളെ വെച്ച്, നിരപരാധികളെ വെച്ച് ഒതുക്കി തീർത്തിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദ്രശേഖരന്റെ കൊലപാതകം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെ ഇതിൽ പങ്കെടുത്തോ, ആരൊക്കെ കൂടാതെ നടത്തിയോ അവർ ഓരോരുത്തരായി പിടിക്കപ്പെടുകയാണ്. അതാണ് ഇപ്പൊ കീഴ്ക്കോടതി ശിക്ഷ വേണ്ടെന്ന് വെച്ച 2 പേരെ ഹൈക്കോടതി പിടിച്ചുതാകത്തിട്ടിരിക്കുകയാണ്. അവർക്കും ജീവപര്യന്തം കൊടുത്തിരിക്കുകയാണ്. ഇത് ഒരു സംശയവുമില്ല. ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം അല്പാൽപ്പം വർദ്ധിക്കുകയാണ്. കൂട്ടത്തിൽ തെറ്റ് ചെയ്തവൻ ആരായാലും അവൻ ശിക്ഷിക്കപ്പെടും. ഇവിടെ CPM-ന്റെ പല നേതാക്കന്മാരും പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല, കോടതി ശിക്ഷിക്കട്ടെ, അവരെ ശിക്ഷ അത് ആർക്കും പറയാം. പക്ഷെ ഇവിടെ CPM-ന്റെ പങ്ക്, ഉന്നത CPM നേതൃത്വത്തിന്റെ പങ്ക് അല്പാൽപ്പം വെളിപ്പെട്ടു വരികയാണ്. ഇത് ആ രാഷ്ട്രീയ പാർട്ടി എത്തി നിൽക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ അതൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ.
ഈ തെരഞ്ഞെടുപ്പിലും കേരളീയ സമൂഹം എങ്ങനെ വിധി എഴുതുമെന്ന് നമ്മൾക്ക് നല്ലവണ്ണം നോക്കിക്കാണാം. എന്തൊക്കെ കുതന്ത്രങ്ങൾ ഒപ്പിച്ചാലും കേരളത്തിലെ ജനം CPM-ന്റെ സ്ഥാനാർത്ഥികൾക്ക്, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിനുള്ള മറുപടി കൂടിയായിരിക്കും ഒരുപക്ഷെ വരാൻ പോകുന്ന 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഒരു സംശയവും ഞങ്ങൾക്കതിലില്ല. സിമോൻജി, ഇന്ന് KK രമ പറഞ്ഞത് ഈ നിയമ പോരാട്ടം തുടരും എന്നാണ്, സുപ്രീം കോടതിയിലേക്ക് പോകും. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വധത്തിൽ CPM ഉന്നത നേതാക്കന്മാരുടെ പങ്ക്, ഗൂഢാലോചനയിൽ ഉള്ള അവരുടെ പങ്ക് പുറത്ത് വരണം. മാസ്റ്റർ ബ്രെയിൻ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് നിയമപരമായി തന്നെ തെളിയിക്കാനുള്ള ഒരു പോരാട്ടമായിരിക്കുമോ സുപ്രീം കോടതിയിൽ നടത്താൻ പോകുന്നത്? യാതൊരു സംശയം വേണ്ട. തീർച്ചയായും ആ പങ്ക് വെളിപ്പെടുത്താനുള്ള പരിശോധനകളായിരിക്കും സുപ്രീം കോടതിയിൽ പോകുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ ചെയ്യാം. അതിനകത്ത് ഞാൻ ഈ കേരളീയ സമൂഹം ചർച്ച ചെയ്ത, മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ചില വിശ്വസ്തരായ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ ലഭിച്ച ചില വിവരങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകും. ഞങ്ങളത് ആലോചിക്കും. ഈ വിധിയുടെ മുഴുവൻ കാര്യങ്ങളും കൂടി പരിശോധിച്ചാൽ ഇനി എന്ത് വേണമെന്ന് ആലോചിക്കും. ഇതിനകത്ത് ഏതൊക്കെ നേതാക്കന്മാർ ഇടപെട്ടിട്ടുണ്ടോ, ഇത് കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമല്ല, ആദ്യത്തെ കൊലപാതകവുമല്ല. പക്ഷേ ഒരു രാഷ്ട്രീയ കൊലപാതകം എതിരഭിപ്രായം രേഖപ്പെടുത്തിയതിന്റെ പേരിൽ ഒരു വ്യക്തിയെ, അവിടെ ചന്ദ്രശേഖരൻ എന്ന് മാത്രമല്ല, ചന്ദ്രശേഖരനെ കൊല ചെയ്തപ്പോൾ ഞങ്ങൾ ഈ കേരളത്തോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ: രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ കേരളത്തിൽ ഇനി ഉണ്ടാകരുത്. അതിനുശേഷവും പലതും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഉന്നത വക്കീലന്മാരെ കോടികൾ മുടക്കി. നേരത്തെ ഷാജഹാൻ പറഞ്ഞ ലക്ഷങ്ങളെന്നാ. ഞാൻ മനസ്സിലാക്കിയത് രാമൻപിള്ള എന്ന് പറയുന്ന വക്കീൽ 1 കോടി രൂപ കൊടുത്തുന്ന 1 കോടി. പിന്നെ പണത്തിനൊന്നും ഇവർക്ക് ഒരു പഞ്ഞമില്ല. ഇഷ്ടംപോലെ പണം ലഭിക്കാനുണ്ട് പല രൂപത്തിൽ. അതിന്റെ ചില വിവരങ്ങളൊക്കെയാണ് ഇപ്പൊ അടുത്ത് പുറത്തു വരുന്നത്. അഴിമതിയിലൂടെയും കള്ളപ്പണമൊക്കെയായി ലഭിക്കുന്ന കോടികൾ ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന അഴിമതിയെയും തോന്നിവാസത്തെയും അംഗീകരിക്കാത്ത രാഷ്ട്രീയ പ്രവർത്തകരെ, സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ അരിഞ്ഞു തള്ളിയാൽ, കൊല ചെയ്താൽ എല്ലാ എതിർപ്പുകളും ഇല്ലാതാകും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് എതിരഭിപ്രായങ്ങളും ശരിയുടെ രാഷ്ട്രീയവും ഈ രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. അതിനൊരു പക്ഷേ വലിയ ജനകീയ പിന്തുണയൊന്നും ഒരു പക്ഷെ ഉണ്ടായിന്ന് വരില്ല. പക്ഷേ അതിന് ഇന്നല്ലെങ്കിൽ നാളെ ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഇത്തരം നല്ല രാഷ്ട്രീയത്തെ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ചന്ദ്രശേഖരന്റെ കൊലപാതകം, ഇനി രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ഒരു സംശയം ആ കാര്യത്തിലില്ല. കിട്ടാവുന്ന തെളിവുകൾ മുഴുവൻ നിരത്തും. ഈ പറയുന്ന കാണാമറയത്തിരിക്കുന്ന ഉന്നതന്മാരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി അവരെ വിചാരണ ചെയ്ത് അവരെ ഇരുമ്പഴിക്കുള്ളിലാക്കും. അതിനി ഏതൊക്കെ പ്രൊട്ടക്ഷൻ കവചം എടുത്ത് ധരിച്ചാലും അതിനൊക്കെ തട്ടിത്തെറിപ്പിക്കാനുള്ള ശേഷി കേരളീയ സമൂഹത്തിനുണ്ട്, ഇന്ത്യൻ സമൂഹത്തിനുണ്ട്. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലില്ലേ? അതിനകത്ത് ചില പെശകുകളൊക്കെ മുൻപുണ്ടായിട്ടുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് അങ്ങനെ ഒരു പരിഗണനയിൽ ഇരുന്നിരുന്നു. അതെന്തായി എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, CBI അന്വേഷിച്ചാലും ഇല്ലെങ്കിലും TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിന്റെ കണ്ടെത്തല് രാഷ്ട്രീയ കൊലപാതകമാണെന്നും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ടെന്നും ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഞാൻ ആ കോടതി വിധിയൊന്നും കൃത്യമായിട്ട് വായിച്ച് പരിശോധിച്ചിട്ടില്ല. പക്ഷേ CPM-ന്റെ നേതൃത്വത്തിന്റെ പങ്ക് ഇതിൽ അല്പാൽപ്പം വെളിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനപ്പുറത്തേക്ക് ഉന്നത നേതൃത്വത്തിന്റെ ഇടപെടൽ ഞങ്ങൾ ന്യായമായി സംശയിക്കുന്ന ചില നേതാക്കന്മാർ കൂടി ബാക്കി അവശേഷിക്കുന്നുണ്ട്. അവരെ കൂടി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ ഏതൊക്കെ മാർഗം ഉപയോഗിക്കാൻ പറ്റും? ഞങ്ങളുടെ സാധ്യതകൾ പരിമിതമാണ്. പരിമിതികൾക്കകത്തു നിന്ന് ഇതിന്റെ ഉന്നത നേതൃത്വത്തിന്റെ ഇടപെടൽ പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ മാർഗവും ഞങ്ങൾ സ്വീകരിക്കും. അതിലൊരു പക്ഷെ CBI അന്വേഷണമാകാം, മറ്റു പല അന്വേഷണങ്ങളാകാം. ഏത് അന്വേഷണമായാലും യഥാർത്ഥ ഗൂഢാലോചനയുടെ ഉന്നത കണ്ണികളെ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും.